ഏറെ പ്രതീക്ഷയോടെ വിളവെടുപ്പ് സീസൺ ഒരുങ്ങുന്നതിനിടെ കർഷകർക്ക് ഇരുട്ടടിയായി കുരുമുളകിന് മഞ്ഞളിപ്പും ദ്രുതവാട്ടവും വ്യാപകമാകുന്നു. പ്രധാനമായും ബത്തേരി താലൂക്കിലെ കുടിയേറ്റ മേഖല കൂടിയായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് വ്യാപകമായി മഞ്ഞളിപ്പ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. പുൽപ്പള്ളി മേഖല എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് തന്നെ കുരുമുളക് കൃഷിയിൽ ഒന്നാമത് നിന്ന ഏരിയ ആണ്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് രോഗം വന്ന് നശിച്ചു പോയി. രണ്ടാമതും കൃഷി ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചു. ഇത് കണ്ടോ, ഇതൊക്കെ രണ്ടാമത് ഞാൻ കൃഷി ചെയ്താണ്. രണ്ടാമത് കൃഷി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ 2 വർഷത്തെ പ്രളയവും വന്നിട്ട് ദ്രുതപാഠം വന്ന് എല്ലാ കൃഷിയും നശിച്ചു പോയതിനു ശേഷം ഇത് കൃഷിക്കാരെ സഹായിക്കുന്ന രീതിയിൽ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷിഭവന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള സഹായങ്ങളൊന്നും കൃഷിക്കാരന് കിട്ടാറില്ല. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മുള്ളൻകൊല്ലി കർഷകരുടെ ഭൂമിയാണെങ്കിലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ വ്യാപക കൃഷിനാശമാണ് ഇവിടെയുണ്ടായത്. പുൽപ്പള്ളിയുടെ സ്ഥിതിയും മറിച്ചല്ല. വരൾച്ചയും കൃഷിനാശവും കീടബാധയും വ്യാപകമായതിനെ തുടർന്ന് കുരുമുളക് കൃഷി പൂർണ്ണമായും ഈ മേഖലകളിൽ നശിക്കുകയും ചെയ്തു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും തനിവിളയായി പുനർകൃഷി ചെയ്തുമാണ് വളരെ പ്രയാസപ്പെട്ട കുരുമുളക് കൃഷി വീണ്ടും ഈ മേഖലയിൽ വ്യാപിച്ചത്. ഇങ്ങനെ വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും കൃഷി ചെയ്തുണ്ടാക്കിയ കുരുമുളക് തോട്ടങ്ങളിലാണ് ഇരുട്ടടിയായി ഇപ്പോൾ മഞ്ഞളിപ്പ്, ദ്രുതപാഠ രോഗങ്ങൾ വ്യാപകമായിരിക്കുന്നത്. ഈ രോഗം വന്നു പോയതിനു ശേഷം ഞാൻ കൃഷി വകുപ്പുമായിട്ട് ആലോചിച്ച് അവരോട് 2-3 പ്രാവശ്യം വരാൻ പറഞ്ഞു. അവർ വന്നു നോക്കി. പക്ഷെ കൃത്യമായിട്ടൊന്നും ഉള്ള ഒരു മരുന്നൊന്നും അവർ എനിക്ക് പറഞ്ഞു തന്നില്ല. അത് കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടത്തിലേക്ക് ഈ കുരുമുളക് കൃഷി മേഖല എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഇതാണെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോഴത്തേനും രോഗം വന്ന് നശിച്ചു പോവുകയാണ്. ഒന്നാമത്തെ മെയിനായിട്ടുള്ള രോഗം ഒന്ന് മഞ്ഞളിപ്പ്, അതുപോലെ തന്നെ ദ്രുതവാട്ടം. ഈ 2 രോഗമാണ് ഈ കൃഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിയിടത്തിലെത്തി മണ്ണ് പരിശോധിച്ച ശേഷം നിരവധി കീടനാശിനികൾ കുരുമുളകിന്റെ ചുവട്ടിലും തണ്ടിലും തളിച്ചിരുന്നു. എന്നാൽ മരുന്നുകൾ തളിച്ചിട്ടും രോഗം വർദ്ധിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത്. ഈ മഞ്ഞളിപ്പ് കണ്ടു. അപ്പൊ തന്നെ ചുവട് മാന്തി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഊരനുണ്ടായിരുന്നു. അപ്പൊ ഏലായിപ്പ് പറഞ്ഞ ഒരു മരുന്ന് അവർ കുറിച്ച് തന്നു. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇരട്ടിയായി കഴിഞ്ഞപ്പോൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിന്റെ പേരൊക്കെ മറന്നു. ഇപ്പോൾ അവിടെ ഉണ്ട്, കുപ്പി ഇതൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മരുന്ന് അതിന്റെ കൂട്ടത്തിൽ ഒരു പൗഡർ ഉണ്ട്, ഒരു കുങ്കുമ കളറിലുള്ള. അത് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ കലക്കി ഒഴിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് നിമ എന്നാണ്, ഊരനല്ല നിമയാണ്. മറ്റേത് മരുന്ന് ഒഴിച്ചപ്പോൾ അത് അമ്ല ആദ്യം അത് ഒഴിച്ചപ്പോൾ ഊരനൊക്കെ പോയി. ഇപ്പൊ ഊരനല്ല, അവർ വന്ന് ഇതിന്റെ ചൂടെല്ലാം മാന്തി നോക്കിയിട്ട് വേറെടുത്ത് കീറി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളെല്ലാം ഇങ്ങനെ ചീഞ്ഞ പോലെ ഇരിക്കുക. അത് നിമ എന്ന് പറഞ്ഞ രോഗമാണ്. അതിന്റെ മരുന്ന് ഒഴിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ഒഴിച്ചുകൊണ്ടിരിക്കുക. 2 പേരോട് ഒഴിക്കുന്നുണ്ട്.